ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം നിസാനും അതുപോലെ റെനോയും ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് നിസാൻ, കാരണം അവർക്ക് ആകെ മെയിൻ സ്ട്രീം മാർക്കറ്റിൽ ഇറക്കാൻ ആകെപ്പാടെ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു ഒറ്റ വാഹനമേ ഉള്ളൂ. അതല്ലാതെ പിന്നുള്ളത് നമ്മുടെ എക്സ്ട്രയിലാണ്. അതിന് പിന്നെ വലിയ സെയിലൊന്നുമില്ല, പ്രൈസും വളരെ കൂടുതലായിരുന്നു. ഇനിയിപ്പം ഇവർ പുതിയൊരു SUV ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2025 ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ അതും ഇവർ പെൻഡിങ് ആക്കി പിന്നെ വലിച്ചിട്ട് 2026 ഇറക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ റെനോയുടെ പുതിയ കൈഗറിൻ്റെ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ സ്പൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് മുന്നേയും സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഡിസൈനിലൊന്നും അങ്ങനെ നമുക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം നമ്മൾ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് കണ്ടതാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ ഭയങ്കര വലിയ കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് ഒന്നും എക്സ്റ്റീരിയറിലോ ഇൻറ്റീരിയറിലോ ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവർ കുറച്ച് സട്ടിലായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി. ആൻഡ് ആ വ്യത്യാസങ്ങൾ വണ്ടിയുടെ ഓവറോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്യാവശ്യം ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കിപ്പം ആ ഒരു സമയത്തുണ്ടായിരുന്ന വണ്ടിയിൽ നിന്നും കുറച്ചും കൂടെ ക്വാളിറ്റി അവർ ഇമ്പ്രൂവ് ചെയ്തു. ഇൻറ്റീരിയറിൽ കുറച്ച് നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊടുത്തു. എക്സ്റ്റീരിയറിലാണെങ്കിലും പുതിയ ഗ്രില്ല് വന്നു. എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഡാറ്റ്സൻ്റെ ഗ്രില്ല് പോയിട്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രില്ലാണ് അവർ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റിൽ കൊടുത്തത്. സോ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു അപ്രോച്ച് തന്നെയാണ് ഇപ്രാവശ്യം നമ്മുടെ റെനോ കൈഗർ വെച്ചും പിടിക്കാൻ പോകുന്നത്. ഡ്രൈവറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല. 2019 ഇറങ്ങിയ വണ്ടിയാണ്. ഇതുവരെ അതിനങ്ങനെ കാര്യമായിട്ടുള്ളൊരു മേക്ക് ഓവർ ഒന്നും കിട്ടിയിട്ടില്ല, കുറച്ച് മൈനർ അപ്ഡേറ്റ്സ് അല്ലാതെ. എന്തായാലും കൈഗറിന് ഇപ്പം നമുക്ക് മാഗ്നൈറ്റിൽ കിട്ടിയ പോലത്തെ ഒരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു സ്പൈ ഷോട്ട്സ് കാണുന്ന സമയത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ച് ഒന്നും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ടെയിലാറ്റ്സിൻ്റെ ഒക്കെ ഡിസൈൻ ഏകദേശം സിമിലർ ആണ്. ഇവർ ഇത്ര ഹെവി ക്യാമോഫ്ലാജിൽ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഡിസൈനിൽ അത്രയും വലിയ വ്യത്യാസമൊന്നുമില്ല. വേണമെങ്കിൽ ഫ്രണ്ടും ബാക്കും മാത്രം ക്യാമോഫ്ലാജ് ചെയ്താലും മതിയായിരുന്നു. പക്ഷേ ഇവരെന്തായാലും അതിന് പകരം മൊത്തമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ നോക്കാനാണെങ്കിലും ഇവിടെ നമുക്കങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഡിസൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നില്ല. ഗ്രില്ലിന് ഡിസൈനിൽ കുറച്ച് ചേഞ്ച് വന്നേക്കാം, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനും മാറിയേക്കാം. പക്ഷേ DRLസിൻ്റെ പൊസിഷനൊക്കെ ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെയാണ്, അതും അവർ മാറ്റിയിട്ടില്ല. സോ അത് ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഫേസ് ലിഫ്റ്റ് പെൻഡിങ് ആയി നിൽക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. കറൻ്റ് ഇപ്പോൾ കൈകാരൻ്റെ സെയിൽസ് ഒക്കെ വളരെ മോശമാണ്. മിക്ക മാസങ്ങളിൽ 500, 600 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1000 അത്രയൊക്കെയാണ് അതിന് സെയിൽ കിട്ടാറുള്ളത്. മാഗ്നൈറ്റിന് 2000 to 3000 ഇടയിൽ സെയിൽ കിട്ടുന്നുണ്ട്, പക്ഷെ അതും അത്ര ഗംഭീര സെയിലൊന്നും അല്ല. ആ വാഹനങ്ങൾ രണ്ടും വരുന്ന പ്രൈസ് പോയിൻ്റ് ഒക്കെ വെച്ച് നോക്കാനാണെങ്കിൽ 5000 എങ്കിലും സെയിൽ കിട്ടിയാലാണ് മാക്സിമം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും. ഏതായാലും കൈഗർ ഫേസ് ലിഫ്റ്റ് ഇൻ്റർനാഷണലി വരുന്ന റെനോ കാർഡിയൻ്റെ കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ വണ്ടി. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ ഫ്രണ്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. പുതിയ റെനോ ലോഗോ, അതുപോലെ തന്നെ ഏകദേശം സംഭവം വണ്ടി ശരിക്കും കൈഗർ തന്നെയാണ്. ബാക്കിൽ നിന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് കൈഗറിൻ്റെ ലുക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഫ്രണ്ടിലാണ് നമുക്ക് മെയിനായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നത്. കൈഗറിൽ നിന്നും കുറച്ചും കൂടെ ഒരു മെച്ചുവർ ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്കിലും ഇതിൻ്റെ പുതിയ ലോഗോ വന്നിട്ടുണ്ട്, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ടെയിൽ ലാംപ്സ് നമ്മൾ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് കണ്ട പോലെ ചെറിയൊരു മേക്ക് ഓവറാണ് ഇതിൻ്റെ അകത്തും ബാക്കിൽ അവർ വരുത്തിയിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ കേസ് നോക്കാനാണെങ്കിലും കാർഡിയൻ്റെ ഇൻറ്റീരിയേഴ്സ് കൈഗറിൻ്റെ ഇൻറ്റീരിയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് പുതിയ ലോഗോ വന്നു, അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒരു ഫ്രീ സ്റ്റാൻഡിങ് യൂണിറ്റായി മറ്റതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിരുന്നു ഡാഷ്ബോർഡിനകത്ത്. ബാക്കി സാധനങ്ങൾ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബ്സ് ഒക്കെ സെയിം ആണ്. പിന്നെ നമ്മുടെ ഗിയർ നോബിൻ്റെ ഒരു ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ വണ്ടിയിൽ പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഇന്ത്യയിൽ വരുമെന്നുള്ളത് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഒന്നാമത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. പക്ഷെ എന്തായാലും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി തീർച്ചയായും അവർ ഇമ്പ്രൂവ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പറയാം. ഫേസ് ലിഫ്റ്റ് മാഗ്നൈറ്റും ഫേസ് ലിഫ്റ്റ് മാഗ്നൈറ്റും തമ്മിൽ നമ്മൾ അകത്ത് കയറുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട്. മെയിനായിട്ട് അവർ ഓറഞ്ച് ലെതർ ഫിനിഷുള്ള ഡാഷ്ബോർഡൊക്കെ കൊടുത്തപ്പോഴേക്കും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഫീൽ തന്നെ മാറി. ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് കൈഗറിലും കാണാൻ പറ്റുന്നത്. മെക്കാനിക്കലി ഈ വാഹനത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. മാഗ്നൈറ്റിലും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിലും നമുക്കൊരു 1 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും. 72 bhp 96 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. AMTയിലും അതുപോലെ 5 സ്പീഡ് മാനുവലാണ് കിട്ടുന്നത്. അതിന് പുറമെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എഞ്ചിനായി 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. സംഭവം അതും 1 ലിറ്റർ തന്നെയാണ്, പക്ഷെ എന്നാൽ പവർ കൂടുതലാണ്. 100 bhp 160 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക്കലും അതുപോലെ മാനുവലിലുമാണ് നമുക്കിതിന് ടർബോ പെട്രോൾ എഞ്ചിൻ കിട്ടുന്നത്. ഈ വണ്ടി വാങ്ങുകയാണെങ്കിൽ ശരിക്കും ടർബോയിൽ വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. എഞ്ചിൻ അവരിതിൻ്റെ വില മാക്സിമം കുറച്ച് വയ്ക്കാനായിട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ വളരെ മോശം എഞ്ചിനാണ്. നമ്മളിതിപ്പോൾ എഫിഷ്യൻസിയുടെ കേസിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പവറിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും ഒക്കെ മെയിനായിട്ട് പവർ വളരെ അണ്ടർ പവർഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ശരിക്കും അത്. എന്തായാലും റെനോവറുടെ ബാക്കി വണ്ടികളും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെയും പണി പാളാൻ സാധ്യതയുണ്ട്. ഡ്രൈവറൊക്കെ ഇപ്പോൾ കുറച്ചധികം ഔട്ട്ഡേറ്റഡ് ആയി. അതിൻ്റെ അകത്ത് കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് ഓക്കെ. പക്ഷേ മെയിനായിട്ടൊരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റെങ്കിലും കൊടുക്കേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്
ക്വിഡൊക്കെ വരുന്ന പ്രൈസ് പോയിന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ കിട്ടുന്ന 500-600 സെയിലൊക്കെ നോക്കുമ്പോൾ വളരെ മോശമാണ്. കാരണം ഓൾട്ടോ കേട്ടൻ ഇപ്പം കമ്പാരിറ്റീവ്ലി ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയുന്ന വണ്ടിയാണ്. പക്ഷെ എന്നാലും 8,000 to 10,000 ഇടയിലൊക്കെ അതിന് ഇപ്പോഴും സെയിൽ കിട്ടുന്നുണ്ട്. അത്രയൊക്കെ സെയിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഈ ക്വിഡിൻ്റെ കേസൊക്കെ ഇപ്പം നമുക്കൊരു ബഡ്ജറ്റ് ലെവൽ, ഒന്നാമത്തെ കാര്യം ബഡ്ജറ്റ് ലെവലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് തന്നെ പോയി. ഇപ്പോൾ വണ്ടി ആ ഒരു സെഗ്മെൻറ്റിൽ വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ അവർ ആ വണ്ടി അപ്ഡേറ്റ് കൂടി ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവരുടെ പുതിയ വാഹനം. നമുക്ക് ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഇവരുടെ തന്നെ CMF B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ന്യൂസൊക്കെ 2023 മുതൽ വന്നു തുടങ്ങിയതാണ്. 2024 പകുതിയൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ അവസാനം ആകുമ്പോഴേക്കും വണ്ടി വരും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതവർ തള്ളി നീക്കി 25 ആവും എന്ന് 2024 പറഞ്ഞു. ഇപ്പോൾ 2024 അവസാനമായപ്പോഴേക്കും അവർ പറഞ്ഞു 25-നും വരില്ല, ഞങ്ങൾ 26-ൽ ഇറക്കുള്ളൂ എന്ന്. ഇവരിതിപ്പോൾ ഇങ്ങനെ ഇത്രയും വലിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഒന്നാമത് നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ് പിന്നെയും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോമീറ്റർ SUVs മാറി ഇപ്പം നമുക്ക് ആ ഒരു അബവ് 4 മീറ്റർ കാറ്റഗറിയിലുള്ളൊരു ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതും മാറി വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. മാത്രമല്ല വണ്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമുക്കിപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മിക്ക വാഹനങ്ങളും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവരിനി ഒരു ആവറേജ് എക്വിപ്മെൻ്റ് ഒക്കെയുള്ള കൈൻഡ് ഓഫ് ഒരു കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു വാഹനം ഇറക്കി കഴിഞ്ഞാൽ അതിന് പിടിച്ചു വെക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് വണ്ടി ഇറക്കുന്നു അത് തന്നെയായിരുന്നു നല്ലത്. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 5 സീറ്റർ വാഹനം മാത്രമല്ല, അതുപോലെ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനം. ഇപ്പോൾ നമ്മുടെ ക്രെറ്റയും എൽക്കസാറും ഒക്കെ ഉള്ളതുപോലെ അങ്ങനത്തെ 2 വാഹനങ്ങളാണ് ഇവർ ഓരോ ബ്രാൻഡിനും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് റെനോ മാത്രമല്ല, അതിൻ്റെ തന്നെ ഒരു നിസാൻ ഡെറിവേറ്റീവ് ഉണ്ടാകും ഈ 2 വാഹനങ്ങൾക്കും. ഇതൊക്കെ അവർ 2 വർഷം മുന്നേ ടീസും ചെയ്തിട്ടുള്ളതാണ് ഈ വാഹനങ്ങൾ. നമുക്കതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ അവർ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ കുറച്ച് ടീസേഴ്സൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം പിന്നെ പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നുമില്ല. എനിവേ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ കൂടുതൽ വലിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.